ഇന്നത്തെ കുട്ടികൾക്ക് സ്ട്രെസ് വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഉടനെ തന്നെ പേരൻസ് അതിനുള്ള ഒരുപാട് കാരണങ്ങളും പറയും. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. വളരെയധികം പ്രഷറുണ്ട്. സത്യത്തിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ ഈസിയായി മാറുകയാണ് ചെയ്തത്. നമ്മളൊക്കെ ബോർഡ് എക്സാം എഴുതിയ കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്നത്തെ ബോർഡും ഇപ്പോഴത്തെ എക്സാംസിനെയും കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ICSE സിലബസാണ് പഠിച്ചിരുന്നത്. 3 ഇയർ സിലബസ് ആയിരുന്നു. ഓരോ ദിവസവും 2 എക്സാം ഉണ്ടാവും. മൺഡേ മോർണിംഗ് 8 മണിക്ക് 8 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ വൈകുന്നേരം 4 മണിക്ക് തിരിച്ചെത്തും. ഫ്രൈഡേ വരെ എല്ലാ ദിവസവും 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള 2 എക്സാംസ് എഴുതണം. 3 വർഷത്തെ സിലബസ് പഠിക്കണം. ഫ്രൈഡേ എക്സാംസ് എല്ലാം കഴിയും, ഫിനിഷ്ഡ്. 5 ദിവസങ്ങളിലായി 3 വർഷത്തെ സിലബസിലുള്ള 2 പരീക്ഷാ വീതം എല്ലാ ദിവസവും എഴുതണം. എന്നിട്ടും അന്ന് നമുക്ക് സ്ട്രെസ് എന്ന വാക്ക് പോലും അറിയില്ലായിരുന്നു. സ്ട്രെസ് എന്ന വാക്ക് ഫിസിക്സിലെ ഒരു ടേം മാത്രമായിരുന്നു. 30 വർഷം മുമ്പ് നമുക്ക് സ്ട്രെസ്സിനെ പറ്റി അറിയുമായിരുന്നില്ല. കുറച്ച് ടെൻഷനുണ്ട് എന്ന് മാത്രമേ അന്ന് നമ്മൾ പറഞ്ഞിരുന്നുള്ളൂ. അതും പരീക്ഷയുടെ ഒരു ദിവസം മുമ്പും റിസൾട്ട് വരുന്നതിന് ഒരു ദിവസം മുമ്പും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതോടെ ടെൻഷൻ അവസാനിക്കുന്നു. അല്ലാതെ വർഷം മുഴുവനും ടെൻഷൻ എന്ന വാക്ക് പോലും നമ്മൾ യൂസ് ചെയ്തിരുന്നില്ല. സ്ട്രെസ് ഇസ് ഈക്വൽ ടു പ്രഷർ ഡിവൈഡഡ് ബൈ റെസിലിയൻസ്. യഥാർത്ഥത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രഷർ വളരെ അധികമായിരുന്നില്ലേ? 3 വർഷത്തെ സിലബസ് പഠിച്ച് 5 ദിവസത്തിൽ ഓരോ ദിവസവും 2 എക്സാം വീതം എഴുതുന്നത് പ്രഷറായിരുന്നില്ലേ? ഇന്ന് ഒരു ദിവസം ഒരു എക്സാം മാത്രമേ ഉള്ളൂ. എന്നിട്ട് 10 ദിവസം അവധി കൊടുക്കും. അന്ന് നമുക്ക് അങ്ങനെ 10 ദിവസത്തെ ലീവ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വർഷം മുഴുവനും ഒന്നും പഠിക്കാതെ 10 ദിവസത്തിൽ തന്നെ എല്ലാം പഠിച്ചെടുത്തേനെ, അല്ലേ? ഇന്ന് ഇത് എങ്ങനെയാണ് പ്രഷറായി മാറിയത്? ഇന്നിത് എങ്സൈറ്റിക്ക് കാരണമാവുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മുൻപായി എങ്സൈറ്റി പിൽസ് കഴിക്കേണ്ടി വരുന്നത്? ഒരു പരീക്ഷ കഴിഞ്ഞ് 10 ദിവസത്തെ ലീവ്, പിന്നെ അടുത്ത എക്സാം കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച ലീവ്. അതും ഒരു വർഷത്തെ സിലബസ് മാത്രം പഠിച്ചാൽ മതി. എന്നിട്ടും ഇതാണ് പ്രഷറിന് കാരണം എന്നാണ് പേരൻസ് പറയുന്നത്. അല്ല, ഒരിക്കലുമല്ല. കഴിഞ്ഞ 30 വർഷത്തിൽ പ്രഷർ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കണം എന്ന ഒരു നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ അവരുടെ പ്രഷർ കുറച്ചുകൊണ്ടേയിരുന്നു. പ്രഷർ കുറച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും കുട്ടികൾ തങ്ങളുടെ കാര്യക്ഷമതയ്ക്ക് വേണ്ട ശ്രദ്ധ നൽകിയില്ല. അതുകൊണ്ട് അവരുടെ റെസിലിയൻസ് അഥവാ മാറ്റങ്ങളെ, പ്രതിസന്ധികളെ ഉൾക്കൊള്ളാനുള്ള ശക്തിയും കുറയാൻ തുടങ്ങി. നിങ്ങൾക്ക് അവരുടെ എക്സാം പ്രഷേഴ്സ് മാത്രമേ കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. അവരുടെ ജീവിതത്തിലെ പ്രഷർ കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പരീക്ഷകളില്ലാത്ത സ്കൂളിലാണ് ഞങ്ങൾ കുട്ടികളെ ചേർത്തിട്ടുള്ളത് എന്ന് ചില പേരൻസ് പറയുന്നത് കേൾക്കാറുണ്ട്. പ്രഷർ ഇല്ലാതെയാക്കാനായി നമ്മൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പവും സിമ്പിളും ആക്കും തോറും അവർ പ്രഷർ ഫേസ് ചെയ്യാനുള്ള ശക്തിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ശക്തികളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഭാരതത്തിലെ കുട്ടികൾ ലോകത്തെല്ലായിടത്തുമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ നമ്മുടെ കുട്ടികൾ ഹൈ പ്രഷറിലൂടെയാണ് വളർന്നു വരുന്നത്. എന്നാൽ നമ്മളിപ്പോൾ നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഒക്കെ വിട്ട് മറ്റു സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നത് പോലെ ഇവിടെയും പഠിപ്പിക്കാൻ തുടങ്ങി. ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ പോസ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി ശ്രമിക്കുന്നതിനു പകരം കാര്യക്ഷമത, റെസിലിയൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം ജീവിതത്തിലെ പ്രഷേഴ്സ് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അത് ഇനിയും കൂടുതലാവുകയേ ചെയ്യുകയുള്ളൂ. റെസിലിയൻസ് അഥവാ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം. റെസിലിയൻസ് വർദ്ധിപ്പിക്കാനായി ധാരാളം കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയാം.
അതുകൊണ്ട് നമുക്ക് അതിന് പ്രയോറിറ്റി നൽകാം. നിങ്ങളുടെ കുട്ടികളെ EQ അഥവാ ഇമോഷണൽ ക്വോഷ്യന്റ്, വൈകാരിക ക്ഷമത, ഇതെല്ലാം കൂട്ടാനായി നിങ്ങൾ റെഡിയാണോ? അതെ, ഇതൊരു എക്സ്ട്രാ സബ്ജക്റ്റാണ്. പക്ഷേ ഇതിനായി എക്സ്ട്രാ ടൈം ആവശ്യമില്ല. ഇതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം, അത്ര മാത്രമേ വേണ്ടൂ. ആ പ്രയോറിറ്റിയിൽ ഒരേ ഒരു കാര്യം, വളരെ സിമ്പിളായ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. സ്വന്തം വൈകാരിക ക്ഷമത ഉയർത്തിക്കൊണ്ടുവരിക. അതിനാണ് പ്രയോറിറ്റി നൽകേണ്ടത്. സ്വന്തം EQ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ താങ്കളുടെ കൂടെയുള്ളവരെയും ചുറ്റുമുള്ളവരുടെയും EQ വർദ്ധിക്കാൻ തുടങ്ങും. കാരണം വൈബ്രേഷൻ EQ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. ഞാൻ ഒരു പേരൻ്റ് എന്ന നിലയിലും ഒരു ടീച്ചർ എന്ന നിലയിലും സ്ട്രെസ് നോർമലാണ്, ഭയം നോർമലാണ്, ദേഷ്യം നോർമലാണ്, വറി നോർമലാണ്, എങ്സൈറ്റി നോർമലാണ്, അസൂയ നോർമലാണ്, കോമ്പറ്റീഷൻ, കമ്പാരിസൺ ഇതെല്ലാം തന്നെ നോർമലാണ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വൈബ്രേഷൻ വളരെ താഴ്ന്ന നിലയിൽ ആയിരിക്കും ഉണ്ടാവുക. എൻ്റെ വൈബ്രേഷൻ ലോ ആയതുകൊണ്ട് തന്നെ അവരുടെ വൈബ്രേഷൻ അതുപോലെ ലോ ആയി നിൽക്കുന്നു. ഏത് പ്രായം മുതൽക്കാണ് കുട്ടികളിൽ സ്വഭാവ സംസ്കാരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്? കുട്ടികളുടെ സംസ്കാരങ്ങൾ അവർ ഗർഭത്തിലിരിക്കുന്ന സമയത്താണ് രൂപീകരിക്കപ്പെടുന്നത്. ഇൻ ദി വൂംബ്. സ്കൂളിലേക്ക് വരുമ്പോഴേക്കും അവരുടെ സംസ്കാരങ്ങളുടെ ഫൗണ്ടേഷൻ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ആദ്യത്തെ 3 വർഷത്തിൽ തന്നെ ഫൗണ്ടേഷൻ ആയിട്ടുണ്ടാവും. ആ 1000 ദിവസങ്ങൾ ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല, ഇമോഷണൽ ഹെൽത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മയ്ക്ക് അവരുടെ ചുറ്റും വളരെ നല്ല നല്ല ചിത്രങ്ങൾ വയ്ക്കും. എപ്പോഴും ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്നിവരെയൊക്കെ നോക്കണം, അപ്പോൾ അതുപോലെയുള്ള കുട്ടികൾ ജനിക്കുമെന്ന് പറയും. ഇന്നത്തെ മമ്മിമാർ എങ്ങനെയുള്ള ഫോട്ടോസാണ് നോക്കുന്നത്? അവിടെ നിന്ന് മുതൽ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. 9 മാസം മുഴുവൻ ലോകത്തു നിന്നും ലഭിക്കുന്ന എല്ലാ വിഷയങ്ങളെയും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടും പലതും കണ്ടുകൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ജനിക്കുന്ന കുട്ടിയെ നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല. കുട്ടി ഒരു തെറ്റും ചെയ്യുന്നില്ല. കാരണം ആ 9 മാസവും കുട്ടിക്ക് അങ്ങനെയുള്ള ന്യൂട്രീഷനാണ് കിട്ടുന്നത്. അമ്മ എപ്പോഴും ഫോൺ സ്ക്രീൻ നോക്കിയിരിക്കുകയും എൻ്റെ കുട്ടി ഫോൺ നോക്കാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ അത് കുട്ടിയുടെ തെറ്റല്ല. ഇതിനെ നമ്മൾ ഗർഭത്തിൽ നിന്നും കിട്ടുന്ന സംസ്കാരങ്ങൾ എന്നാണ് പറയുക. ഗർഭത്തിൽ നിന്ന് തന്നെ സംസ്കാരങ്ങൾ ആരംഭിക്കുന്നു. ഇതിൽ ഞങ്ങളുടെ റോൾ വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ ഇടയിലും ധാരാളം എക്സ്പെക്റ്റിംഗ് മദേഴ്സ് ഉണ്ടാവും. ശ്രദ്ധ അവരിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കാരണം ഒരാൾ ഈ സമൂഹത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ ഈ സൊസൈറ്റിയിൽ ഒരു റിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ അലകൾ ചുറ്റും ആരംഭിക്കും. കുട്ടി നമ്മുടെ അടുത്ത് സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് അവരെ പൂർണ്ണമായും ചേഞ്ച് ചെയ്യാനാവും. അവരുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റാനാവും. പക്ഷേ നമ്മൾ സംസ്കാര പരിവർത്തനത്തിന് പ്രാധാന്യം നൽകണം. കുട്ടിയുടെ വൈകാരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. കാരണം ഭാവിയിൽ അവർ എത്തിച്ചേരുന്ന ലോകത്തേക്കും ഇൻഡസ്ട്രിയിലേക്കും ഇത് അത്രയ്ക്ക് ആവശ്യമാണ്. കോവിഡ് വന്നതിന് ശേഷം ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും ഓരോ ഇൻഡസ്ട്രീസും ഓരോ ഹോസ്പിറ്റലും ഹൈ EQ ഉള്ള ജോലിക്കാരെയാണ് തേടുന്നത്. കാരണം കോവിഡ് ടൈമിൽ നമ്മൾ കണ്ടു അല്ലേ, ഓരോ സിറ്റുവേഷനെയും ഫേസ് ചെയ്യാനായി EQ വേണം. ഇനി ഭാവിയിൽ മാർക്സിൻ്റെ സ്ഥാനം രണ്ടാമതായി മാറും, സെക്കൻഡറി ആവും. സ്കിൽസ് ഞങ്ങൾ പഠിപ്പിച്ചു തരാം, വരൂ, വന്നോളൂ. പക്ഷേ താങ്കൾ ഒരു സ്ട്രോങ് മൈൻഡും കൊണ്ടുവരണം.
മനസ്സിനെ സ്ട്രോങ് ആക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ പഠിപ്പിക്കില്ല. ബാക്കിയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇങ്ങനെ പറയുന്ന ഒരു കാലം അധിക ദൂരത്തല്ല. അപ്പോൾ നമ്മൾ അത് സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മുടെ സൊസൈറ്റിയും വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ശരിയല്ലേ? ഇവിടെ ആരെയാണ് സക്സസ്ഫുൾ എന്ന് പറയുന്നത്? ആരാണോ അച്ചീവ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയുക. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഫസ്റ്റ് ആവാറുണ്ട്. എപ്പോഴും ഫസ്റ്റ് ആവും. പക്ഷേ അവൻ വളരെ ഈഗോയിസ്റ്റിക് ആണ്. ഈഗോ കാരണം പലപ്പോഴും അവൻ മോശമായി പെരുമാറാറുമുണ്ട്. അവൻ സ്വന്തം കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാറില്ല. അവൻ അറിയുന്ന കാര്യങ്ങൾ അവൻ ആർക്കും പറഞ്ഞു കൊടുക്കുകയുമില്ല. പക്ഷേ അവൻ എപ്പോഴും ഫസ്റ്റ് ആവും. അവന് എല്ലാ വർഷവും സ്റ്റേജിൽ പ്രൈസ് കിട്ടും. ക്ലാസ്സിൽ വേറൊരു കുട്ടിയുമുണ്ട്. അവൻ എപ്പോഴും കഷ്ടിച്ച് പാസ്സാവുകയാണ് ചെയ്യുക. പലപ്പോഴും പാസ്സാവാറുമില്ല. പക്ഷേ അവൻ വളരെ വിനയമുള്ളവനായിരിക്കും. അവൻ വളരെ ദയയുള്ളവനും കെയറിങ് ആൻഡ് ഷെയറിങ് നേച്ചറും ആയിരിക്കും. അവനെ സ്കൂളിലുള്ളവർ എന്താണ് പറയുക? അവനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുക? അല്ലെങ്കിൽ അവൻ്റെ പേരൻസ് എന്തു പറയും? ഒരു ഗുണവുമില്ല, ഒന്നിനും കൊള്ളാത്ത കുട്ടി. ഇങ്ങനെയാണ് എല്ലാവരും പറയുക. കാരണം ആ സംസ്കാരങ്ങൾ കൊണ്ടൊന്നും തന്നെ ഒരു കാര്യവുമില്ല. അപ്പോൾ നല്ല സംസ്കാരങ്ങൾക്ക് ഒരു വിലയുമില്ല. നല്ല സ്വഭാവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ നിങ്ങളെ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ സംസ്കാരങ്ങൾ മോശമാണെങ്കിലും അതൊന്നും തന്നെ പ്രശ്നമല്ല. അങ്ങനെ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സൊസൈറ്റിയായി മാറി. ഇതൊക്കെ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. സക്സസ് ഇസ് ഈക്വൽ ടു അച്ചീവ്മെൻറ്റ്. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ വിജയം എന്നത് ഒരിക്കലും തന്നെ നേട്ടങ്ങളെ ആധാരമാക്കിയുള്ളതല്ല. ഭാരതത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് വിജയം എന്നാൽ സഫലത എന്നാണ് അർത്ഥം. സഫലത എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? സഫലം എന്നാൽ സമൂഹത്തിന് നൽകുക. ആരാണോ തൻ്റെ സമയം സഫലമാക്കുന്നത്, ആരാണോ തൻ്റെ ശ്വാസം സഫലമാക്കുന്നത്, ആരാണോ തൻ്റെ ജീവിതം സഫലമാക്കുന്നത്, അതിനെയാണ് സഫലത എന്ന് പറയുന്നത്. എ ഗിവർ ഈസ് സക്സസ്ഫുൾ, നോട്ട് എൻ അച്ചീവർ. എൻ അച്ചീവർ ഇസ് എൻ അച്ചീവർ. നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പലതും അച്ചീവ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അതും വളരെ പ്രധാനം തന്നെയാണ്. ഒരു പെർഫോമർ ആവുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അത് ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. ഞാനൊരു അച്ചീവർ ആയിരിക്കാം, എന്നാൽ ഞാൻ വളരെ സ്ട്രെസ്ഡ് ആയും എൻ്റെ ബന്ധങ്ങൾ ആടിയുലഞ്ഞതുമായിരിക്കും. എൻ്റെ ശരീരത്തിൽ 3-4 രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിന് നമുക്ക് സഫലത എന്ന് പറയാൻ കഴിയില്ല. ഞാനൊരു അച്ചീവറാണെന്ന് മാത്രമേ പറയാനാവൂ. അതുകൊണ്ട് കുട്ടികളോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. സക്സസ് എന്നാൽ നിങ്ങളുടെ മാർക്കുകൾ, പെർഫോമൻസ്, സർട്ടിഫിക്കറ്റ്, അവാർഡുകൾ ഇതൊന്നുമല്ല. സക്സസ് എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എന്താണോ അതാണ്. നിങ്ങളുടെ സ്വഭാവങ്ങൾ എങ്ങനെയുള്ളതാണ്, നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണ്, നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയിരിക്കുന്നു, ഇതൊക്കെയാണ് സക്സസ്. ഇതെല്ലാം ഒരു പാക്കേജ് പോലെ ഒന്നിച്ചുണ്ടാവണം. എന്നിട്ട് നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങളെ ഒരു അച്ചീവർ എന്ന് പറയുക. പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം തന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. കാരണം കുട്ടികളെ സ്കൂൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പേരൻസും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം ഒരിക്കലും പെർഫോമൻസ് ഓറിയൻറ്റഡ് കൾച്ചറിൽ ആവരുത്. അതെപ്പോഴും ഒരു പേഴ്സൺ ഓറിയൻറ്റഡ് കൾച്ചർ അഥവാ വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്ന കൾച്ചറിൽ ആവണം. അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിന് 2ാം സ്ഥാനമേ നൽകേണ്ടതുള്ളൂ. ഇങ്ങനെ ഒരു മാറ്റം സാധ്യമാണ്. നമ്മൾ വാല്യൂസിനെ കുറിച്ചും പ്രിൻസിപ്പിൾസ്, എത്തിക്സ് എന്നിവയെക്കുറിച്ചുമൊക്കെയാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. എന്നാൽ കുട്ടികൾ പറയും,
വാല്യൂസിനെ കുറിച്ച് ആരാണ് പറയുന്നത്? വാല്യൂസിനെ കുറിച്ച് ആര് ചിന്തിക്കുന്നു? ഞാൻ എൻ്റെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്, അപ്പോൾ വാല്യൂസിന് എന്ത് വിലയാണ് ഉള്ളത്? പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ഒരു 10 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ അവർ പരസ്പരം ചോദിക്കും, നീ എത്ര സമ്പാദിക്കുന്നുണ്ട്? ഏത് പൊസിഷൻ വരെ നിങ്ങൾ എത്തി? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓറിയൻറ്റഡ് കൾച്ചർ. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ ഒരു കൾച്ചർ മാത്രമായി അത് നിലനിൽക്കും. അവിടെ ഒരിക്കലും ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല. കാരണം ആ പെർഫോമൻസ് നമ്മളെ ഒരു ഓട്ടപ്പന്തയത്തിലേക്ക് എത്തിക്കുന്നു. ഈ റേസിൽ എനിക്ക് ഏറ്റവും മുന്നിലെത്തണം. മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനായി ഞാൻ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നു, അസൂയ ക്രിയേറ്റ് ചെയ്യുന്നു, കമ്പാരിസൺ ക്രിയേറ്റ് ചെയ്യുന്നു, കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ജീവിതം ഒരു ഓട്ടപ്പന്തയമല്ല. ജീവിതം ഒരു സുന്ദരമായ യാത്രയാണ്. നമ്മുടെ മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഈ പെർഫോമൻസ് ഓറിയൻറ്റഡ് കൾച്ചർ പറയും, ഈ ജീവിതം ഒരു ഓട്ടമത്സരമാണ്. ഓടിക്കൊണ്ടേയിരിക്കും. ഒന്നാമതെത്തിയാലും ഓടിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് അടുത്ത തവണ ഞാൻ സെക്കൻഡ് ആവുമോ എന്നൊരു ചിന്തയിൽ പേടിയോടെ ജീവിക്കണം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് വളരെ പ്രയാസപ്പെട്ട് പാസ്സായിരുന്ന കുട്ടികൾക്ക് മാത്രമാണ് കുറച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നത്. ഇന്ന് ഫസ്റ്റ് ആവുന്ന കുട്ടികളും വളരെ സ്ട്രെസ്ഡ് ആണ്. ഫസ്റ്റ് ആവുന്ന കുട്ടികൾക്ക് എന്തിനാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്? ഒരിക്കൽ ഫസ്റ്റ് ആയാൽ പിന്നെ എപ്പോഴും ഫസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അറ്റാച്ച്മെൻറ്റ് ടു ദി പെർഫോമൻസ്, ഇതാണ് അതിന് കാരണം. നീ സക്സസ്ഫുൾ ആണ്, കാരണം നീ ഫസ്റ്റായി. നാളെ മുതൽ നമ്മൾ സംസ്കാരങ്ങളെയും ജീവിത മൂല്യങ്ങളെയും അഭിനന്ദിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അതിന് അവാർഡുകൾ കൊടുക്കുകയാണെങ്കിൽ, ക്ലാസ്സിലെ വളരെ കെയറിങ് ആൻഡ് ഷെയറിങ് ആയ ദയയുള്ള കുട്ടികൾക്ക് മാർക്കുകൾ കൊടുക്കാൻ ആരംഭിച്ചാൽ ഓരോ കുട്ടികളും സ്വന്തം സംസ്കാരങ്ങളുടെ മേൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങും. ഏത് കാര്യത്തെയാണോ സമൂഹം അഭിനന്ദിക്കാൻ തുടങ്ങുന്നത്, എല്ലാവരും അത് ചെയ്യാനും തുടങ്ങും. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നല്ല സംസ്കാരങ്ങൾ ഉണ്ട്, പക്ഷേ മാർക്ക് കിട്ടുന്നില്ല. മാർക്കുകൾ കുറഞ്ഞതുകൊണ്ട് തന്നെ നീ ഒരു ഫെയിലിയറായി. അപ്പോൾ പിന്നെ നല്ല സംസ്കാരങ്ങളെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കുക പോലുമില്ല. ആരും ചിന്തിക്കില്ല. പക്ഷേ സംസ്കാരങ്ങൾ നമ്മളെ ഇമോഷണലി സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ആയിരിക്കും, ഞാൻ ഈഗോയിസ്റ്റിക്കും ആയിരിക്കും, പക്ഷെ ഞാൻ വൈകാരികമായി വളരെ വളരെ ദുർബലമായിരിക്കും. സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തി എന്നിലുണ്ടാവില്ല. അതിനാൽ നമുക്ക് ഇനി മുതൽ സംസ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങാം. നേട്ടങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് നൽകാനുള്ള മനസ്സുകൂടി വളർത്തിയെടുക്കാം. സേവന മനോഭാവം എന്നാൽ നൽകാനുള്ള മനോഭാവം എന്നാണ് അർത്ഥം. നൽകുക എന്നാൽ ചാരിറ്റി എന്നല്ല അർത്ഥമാക്കുന്നത്. ബിസിനസ് എന്നാൽ സേവന മനോഭാവത്തോടെ ബിസിനസ് ചെയ്യുക. പണത്തിൻ്റെ ശക്തിയെയും സയൻസിൻ്റെ ശക്തിയെയുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മനസ്സിൻ്റെ ശക്തി ഇതിനെല്ലാം തന്നെ മുകളിലാണ്. ഇതിനെല്ലാമായി ഒരു പ്രാവശ്യം മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. അല്ലാതെ 100 കുട്ടികളുടെ മനസ്സുകളെ ശരിയാക്കാനായി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരൊറ്റ മനസ്സിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ആ ഒരു മനസ്സ് നമ്മുടെ സ്വന്തം മനസ്സ് തന്നെയാണ്. സോ ആർ യു റെഡി ടു ഡു ദാറ്റ്? നിങ്ങളിൽ എത്ര പേർ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്? പറയൂ. നിങ്ങളിൽ എത്ര പേർക്ക് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്? പറയൂ. കൈ ഉയർത്തു. ഓക്കെ, കുഴപ്പമില്ല. ഇതൊന്നും ചോദിക്കേണ്ട കാര്യം തന്നെ ഇല്ല. സ്ട്രെസ് ഇസ് കോമൺ, നോർമൽ എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ആരും തന്നെ കൈ ഉയർത്താതിരുന്നത്. ഈ ഹാളിന് പുറത്തു പോയിട്ട് നിങ്ങൾ ആരോടെങ്കിലും എനിക്ക് സ്ട്രെസ് ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഒന്ന് ശരിക്കും നോക്കും. എന്നിട്ട് സ്ട്രെസ് ഇല്ല എങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നോർമൽ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിയും ഇല്ല.
ഇങ്ങനെ പറയും. ഇങ്ങനെയുള്ള പലതും നോർമലാണ് എന്ന് നമ്മളെ KG ക്ലാസ്സുകളിൽ നിന്ന് മുതൽ പഠിപ്പിച്ചിരുന്നു. എക്സാം അല്ലേ, സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. പരീക്ഷയല്ലേ, സ്ട്രെസ് ഉണ്ടാവാതിരിക്കുമോ? 10ാം ക്ലാസ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ ഇത്തവണ നിനക്ക് ബോർഡ് എക്സാം ആണ് അല്ലേ, അപ്പോൾ സ്ട്രെസ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ച ശേഷം ലാസ്റ്റ് ഡേ പറയും, സ്ട്രെസ്ഡ് ആവരുത്, നാളെ എക്സാം ആണ്. ഹൗ ഡു വി ഡു ദിസ്? അതുകൊണ്ട് നമുക്കിനി പ്രഷർ നോർമലാണ്, എക്സാം നോർമലാണ്, ടാർഗറ്റ്സ് നോർമലാണ്, എന്നാൽ സ്ട്രെസ് ഒരു വിധത്തിലും നോർമൽ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിയെയാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് 2 ഡെഫിനിഷൻസ് നോക്കാം. നിങ്ങളുടെ 2 കൈകളും മുന്നിലേക്ക് നീട്ടിവെക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൽ വെക്കണം. ഞാൻ വാക്കുകൾ പറയും, നിങ്ങൾ അത് വെക്കണം. നോർമലായ കാര്യങ്ങൾ ലെഫ്റ്റ് ഹാൻഡിൽ വെക്കുക. നോർമൽ അല്ലാത്ത കാര്യങ്ങൾ റൈറ്റ് ഹാൻഡിൽ വെക്കണം. ഇമോഷണലി ഹെൽത്തി ആയ കാര്യങ്ങൾ ലെഫ്റ്റ് ഹാൻഡിൽ വയ്ക്കാം. റൈറ്റ് ഹാൻഡിൽ വൈകാരികമായി അസുഖങ്ങളെയും വയ്ക്കാം. സ്ട്രെസ്, ആങ്കർ, കാം ആൻഡ് പേഷ്യൻ്റ്, കമ്പാരിസൺ, സെൽഫ് റെസ്പെക്റ്റ്, ജലസി, നന്നായി കാര്യങ്ങൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്ന ശീലം, സഹകരണ മനോഭാവം, മത്സരബുദ്ധി, വറി, കെയർ, അച്ചടക്കം, വിശ്വാസം, ഭയം, ഇവയെല്ലാം നിങ്ങൾ വളരെ നന്നായി തന്നെ ഓരോ കൈകളിലും വെച്ചു. ഇനി ഇത് നാളെ സ്കൂളിൽ പോയി പഠിപ്പിക്കുകയേ വേണ്ടൂ. ദാറ്റ്സ് ഓൾ. ഇത്ര മാത്രമേ വേണ്ടൂ. ലെറ്റ്സ് ചേഞ്ച് സൊസൈറ്റി. ഭയം, സ്ട്രെസ്സൊക്കെ നോർമലാണ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ എല്ലാവരിലേക്കും പലവിധം അൺഹെൽത്തിയായ സംസ്കാരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ഇത് തന്നെ പറയുന്നു. ദേഷ്യപ്പെടാതെ കാര്യം നടക്കില്ല, ദേഷ്യപ്പെടേണ്ടി വരും. അങ്ങനെ കേട്ട് എല്ലാവരും നന്നായി ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാറ്ററി ഡൗൺ ആവുക തന്നെ ചെയ്യും. ഡൗൺ ആവുമ്പോൾ പിന്നെ ഭയമുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നോർമലിൻ്റെ ഡെഫിനിഷനെ ഒന്ന് മാറ്റാം. നോർമലാണ് എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന എല്ലാ ഇമോഷൻസും പലതരം മാനസിക പ്രശ്നങ്ങളാണ്. അസുഖമെന്നാൽ നിങ്ങളുടെ മനസ്സ് സുഖമായി ഇരിക്കുന്നില്ല, ഇതാണ് അർത്ഥം. ടെൻഷനിലും ദേഷ്യത്തിലും ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സുഖമായിട്ടല്ല ഉള്ളത്. അതുകൊണ്ട് കിൻഡർ ഗാർഡൻ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് നോർമലിൻ്റെ ഡെഫിനിഷനെ ചേഞ്ച് ചെയ്യണം. ആരോടും ദേഷ്യപ്പെടാത്ത ഒരു സ്കൂൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് സാധ്യമാണോ? നോക്കൂ, നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങൾ ഒന്നും തിയറിയായി വെക്കാനുള്ളതല്ല, എല്ലാം ചെയ്തു കാണിക്കാനുള്ളതാണ്. ദേഷ്യം എന്നൊരു കാര്യം ഉപയോഗിക്കാത്ത ഒരു സ്കൂളിൽ ഒരു കുട്ടി 10 വർഷം പഠിക്കുകയാണെങ്കിൽ ആ സ്കൂളിനെ നമുക്ക് നോ ആങ്കർ സോൺ എന്ന് വിളിക്കാനാവും. അവിടെ ആങ്കർ അലൗഡ് അല്ല. ഗേറ്റിനകത്തേക്ക് കടന്നാൽ മുതൽ ദേഷ്യം അലൗഡ് അല്ല. ഇത് ചെയ്യാനാവുമോ? സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറയാനാവും. ഇങ്ങനെ ഒരു സ്കൂളിൽ ഒരു കുട്ടി 10 വർഷം വളർന്നു വരികയാണെങ്കിൽ അവൻ ഭാവിയിൽ 1000 പേരുള്ള ഒരു കമ്പനിയുടെ ലീഡർ ആണെങ്കിലും അവരെ കൊണ്ടെല്ലാം ഒട്ടും ദേഷ്യപ്പെടാതെ തന്നെ ജോലികൾ ചെയ്യിപ്പിക്കാനാവും. അത് ഉറപ്പാണ്. അവൻ ദേഷ്യപ്പെടില്ല. ആ ഒരാളിൽ നിന്നും വേറെ 1000 കുടുംബങ്ങൾക്ക് നന്മയുണ്ടാവും. കാരണം അതാണ് അവൻ കുട്ടിയാവുമ്പോൾ തന്നെ പഠിക്കുന്നത്. ചീത്ത പറഞ്ഞ് ജോലി ചെയ്യിക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെ നിന്നും പഠിച്ചിട്ടില്ല എന്നാണ് അയാൾ പറയുക. ഇങ്ങനെ ഒരു കൾച്ചർ സ്കൂളിൽ സൃഷ്ടിക്കണം. ഇതിനെ ഒരിക്കലും ഒരു സബ്ജക്റ്റാക്കി മാറ്റരുത്. ഇമോഷണൽ ഹെൽത്ത് ഒരിക്കലും ഒരു പഠന വിഷയമല്ല.
ഇതൊരു കൾച്ചറാണ്. ഇതൊരു പാരമ്പര്യവും സംസ്കാരവുമാണ്. കുട്ടികളുടെ വീടുകളിൽ ഇതിനെ വിപരീതമായ കാര്യങ്ങൾ ഉണ്ടാവില്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം. ശരിയാണ്. അതുകൊണ്ടാണ് ഇത് സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. ഈ കുട്ടികൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ തങ്ങളുടെ മാതാപിതാക്കളെയും ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും. പടക്കങ്ങൾ പൊട്ടിക്കരുത് എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അതവർ വീട്ടിൽ അച്ഛനമ്മമാരെയും പഠിപ്പിക്കുന്നു. അച്ഛനമ്മമാർ പറയും, അല്ല, ഇത് നല്ലതാണ്, ശുഭകാര്യങ്ങളിൽ ചെയ്യാറുണ്ട്. കുട്ടികൾ പറയും, പറ്റില്ല, എൻ്റെ മാഡം ക്രാക്കേഴ്സ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല. സി പവർ യു ഹാവ്. സി ദ പവർ എവ്രി സ്കൂൾ ഹാസ്. പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് എന്ന് നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. അവർ നേരെ വീട്ടിൽ പോയി വീട്ടിലുള്ളവരെ അത് പഠിപ്പിക്കുന്നു. നമ്മൾ ഇനി പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ദ പവർ ഓഫ് എ സ്കൂൾ ടു ചേഞ്ച് സംസ്കാർസ്. നമ്മൾ സ്കൂളിൽ നിന്നും കുട്ടികളുടെ സംസ്കാരങ്ങളെ ചേഞ്ച് ചെയ്യുന്നു. കുട്ടികൾ അത് വീട്ടിൽ അവരുടെ കുടുംബങ്ങളിൽ ചെന്ന് വീട്ടിൽ എല്ലാവരെയും പഠിപ്പിക്കുന്നു. ഇന്ന് ഇതിനു പകരം നമ്മൾ ഹെൽത്തി ഫാമിലിയിൽ നിന്നും വരുന്ന കുട്ടികളെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്ന് ഉണ്ടാവുന്നത്. എന്തു ചെയ്യാം? ഇന്നത്തെ കുടുംബങ്ങൾ അങ്ങനെയാണ്, പേരൻസ് അങ്ങനെയാണ്, എന്തു ചെയ്യാം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ശരിയാണ്, അങ്ങനെയാണ്. എന്നാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനാവും? നമ്മൾ കുട്ടികളെ സ്കൂളിൽ നിന്നും ചേഞ്ചാക്കി വീട്ടിലേക്ക് അയക്കുന്നു. പിന്നെ അവർ സ്വന്തം പാരൻസിനെ പവർഫുള്ളാക്കി മാറ്റും. കോവിഡ് ടൈമിൽ ഞാനൊരു അമ്മയെ പരിചയപ്പെട്ടു. അവരുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ എല്ലാ ദിവസവും രാവിലെ കുട്ടികളെ കൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട്. ആ അമ്മ പറഞ്ഞു, കോവിഡ് ടൈമിൽ ഞങ്ങൾക്കെല്ലാവർക്കും ടെൻഷനായപ്പോൾ എൻ്റെ ചെറിയ മകൻ ഞങ്ങളെ എല്ലാവരെയും ഒരിടത്ത് ഇരുത്തി. എന്നിട്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്യൂ, സൈലൻസിൽ ഇരിക്കൂ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അതോടെ ഞങ്ങൾ എല്ലാവരും ബെറ്ററായി ഫീൽ ചെയ്തു. വാട്ട് പവർ ഇസ് ദിസ്? എന്നാൽ അത് അവൻ തൻ്റെ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അവർ ശരിയാവാത്തത് കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയായത് എന്നൊന്നും പറയരുത്. ആദ്യം നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ കഴിവിനെ വർദ്ധിപ്പിക്കണം. രണ്ടാമതായി നമ്മുടെ സ്കൂളുകളെ നോ ആങ്കർ സോൺസ് ആക്കി മാറ്റണം. ഇത് സ്കൂളിൻ്റെ ഓണറിൽ നിന്ന് തന്നെ തുടങ്ങണം. ആദ്യം സ്കൂളിൻ്റെ ഓണർ, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, കുട്ടികൾ. പിന്നീട് ഒരു പാരൻസും ആ സ്കൂളിൽ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യില്ല. കാരണം ആ സ്കൂൾ ഒരു നോ ആങ്കർ സോണാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ്. ഒരു പേരൻ്റ് പോലും അവിടെ വന്ന് ദേഷ്യപ്പെടില്ല. കാരണം അവർ സ്കൂളിൽ വന്ന് ദേഷ്യപ്പെട്ടാൽ അത് അവരുടെ കുട്ടിക്ക് ദോഷമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ബ്രോഷർ പ്രിൻ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു നോ ആങ്കർ സ്കൂളാണ് എന്ന് പ്രിൻ്റ് ചെയ്യണം. നമ്മൾ നോ പ്ലാസ്റ്റിക്, നോ സ്മോക്കിംഗ് സോൺസ് എന്നൊക്കെ ഉള്ളത് പ്രാവർത്തികമാക്കിയതുപോലെ തന്നെ നോ ആങ്കർ സോൺസും ഉണ്ടാക്കുന്നു. എന്തെന്നാൽ ദേഷ്യം ഇല്ലാതിരിക്കുമ്പോൾ ഭയമില്ലാതെയാവുന്നു, വിഷമങ്ങൾ ഇല്ലാതാകുന്നു, വേദനകൾ ഇല്ലാതാകുന്നു. ഒപ്പം വൈകാരിക ക്ഷമത, ഇമോഷണൽ ഹെൽത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നു. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്, ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇത്. രണ്ടാമതായി കണ്ടൻറ് കൺസംഷൻ. ഇതേക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. കുട്ടികൾ പേരൻസ് പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ അതേക്കുറിച്ച് എത്രയധികം സംസാരിക്കുന്നുവോ അത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് മാത്രം സ്കൂളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ധാരാളം കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയായ രീതിയിൽ ജീവിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടായി മാറി. പാർട്ടികൾക്ക് പോയില്ലെങ്കിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇല്ലെങ്കിൽ, ആക്റ്റീവ് അല്ലെങ്കിൽ, റിലേഷൻഷിപ്സ് ഇല്ലെങ്കിൽ,
പിന്നെ എല്ലാവരും നിങ്ങൾ ഓൾഡ് ഫാഷൻഡ് ആണ് എന്ന് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ നേരായ വഴിയിലൂടെ പോകുന്നവരും സ്ട്രെസ്ഡ് ആവുന്നു. അതുകൊണ്ട് ഇവയ്ക്കൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ വഴി കാണിച്ചു കൊടുക്കേണ്ടി വരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ കമ്പാരിസൻ്റെയും ഈഗോയുടെയും ഒരു സംസ്കാരത്തെയാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, പബ്ലിക് അപ്രൂവൽ എന്ന ഒരു സംസ്കാരം കൂടി സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ലൈക്സ് കിട്ടാനായി ഈ കുട്ടികൾ എന്തും ചെയ്യും. ഇതിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു ഭാഗവും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസവും ഇതേക്കുറിച്ച് കുട്ടികളോട് പറയണം. എല്ലാ ദിവസവും 2 മിനിറ്റ് 5 മിനിറ്റ് വെച്ച് നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. കണ്ടൻറ് ഇസ് ഈക്വൽ ടു ഇമോഷണൽ ഡയറ്റ്. നമ്മൾ വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ നമ്മൾ അതുപോലെ തന്നെയായി തീരും. എന്നാൽ ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മളും അങ്ങനെയുള്ള കണ്ടൻറ്റ്സ് കൺസ്യൂം ചെയ്യണം. അപ്പോഴേ അതിൻ്റെ പ്രഭാവം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ അവരോട് പറഞ്ഞാൽ മാത്രം അതിൻ്റെ പ്രഭാവം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് പേരൻസ് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയാത്തത്. പേരൻസ് മുഴുവൻ സമയവും ഫോൺ നോക്കിയിരിക്കുന്നു. എന്നിട്ട് കുട്ടികളോട് ഫോൺ നോക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇറ്റ് ഡസൻ വർക്ക്. അതുകൊണ്ട് കണ്ടൻറ് കൺസംപ്ഷനിൽ നിയന്ത്രണം വേണം. ഇതൊരു വ്രതമായി എടുക്കും. നിങ്ങൾ ആയി തീരാൻ ആഗ്രഹിക്കാത്ത ഒരു കണ്ടൻസും കൺസ്യൂം ചെയ്യില്ല എന്ന വ്രതമെടുക്കും. നിങ്ങളായി തീരാൻ ആഗ്രഹിക്കാത്ത ഒന്നും തന്നെ ഉള്ളിലേക്ക് എടുക്കരുത്. ഈഗോ, ലസ്റ്റ്, ഗ്രീഡ്, ജലസി, വയലൻസ്, ഫിയർ ഇതെല്ലാം അടങ്ങിയ വിഷയങ്ങളെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ആയിത്തീരും. അത് ഉറപ്പാണ്. നമ്മൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഇതിന് കൊടുക്കണം. കാരണം ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും പ്രധാന കാരണം തന്നെ കണ്ടൻസ് ആണ്. കണ്ടൻസ് ഉണ്ടാക്കുന്നത് ചില ആളുകളുടെ ബിസിനസ്സാണ്. പല വിഷയങ്ങളും ഉണ്ടാക്കുന്നത് ചില ആളുകളുടെ ബിസിനസ്സാണ്. അവർ സ്വന്തം ബിസിനസ് വർദ്ധിപ്പിക്കാനായി പുതിയ വഴികൾ കണ്ടുപിടിക്കും. നമ്മൾ അതിലൊക്കെ കുടുങ്ങുകയും ചെയ്യും. സോ കണ്ടൻറ് ഇസ് ഈക്വൽ ടു സംസ്കാർ. സംസ്കാർ ഇസ് ഈക്വൽ ടു കർമ്മ. കർമ്മ ഇസ് ഈക്വൽ ടു ഭാഗ്യ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കണ്ടൻസ് നമ്മുടെ ഭാഗ്യമായി മാറുന്നു. പലതും കാണുന്നതും കേൾക്കുന്നതും ഒന്നും ഒരു ടൈം പാസ്സായി കാണരുത്. ബോറടിക്കുമ്പോൾ TV കാണുകയും ഫോൺ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ടൈം പാസ്സായി കാണരുത്. കണ്ടൻറ് കൺസംഷൻ ഇസ് നോട്ട് ടൈം പാസ്. ഇറ്റ്സ് അവർ ഡെസ്റ്റിനി. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ ആദ്യം അവനവനിൽ വരുത്തുക, മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ പറയുന്ന ഒരൊറ്റ വാക്കിലൂടെ തന്നെ മറ്റുള്ളവർ ചേഞ്ച് ആവുക തന്നെ ചെയ്യും. അങ്ങനെ ജീവിച്ചു കാണിച്ചു കൊടുക്കണം. അവസാനമായി സ്വന്തം ജീവിതത്തിൽ പോസിറ്റീവായ വിഷയങ്ങൾ ദിവസേന നൽകാൻ തുടങ്ങണം. കൺസ്യൂം വാട്ട് യു വാണ്ട് ടു ബിക്കം. അവിടെയാണ് ആത്മീയതയുടെ പ്രാധാന്യം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമാണ്. വിശ്വാസം, സഹാനുഭൂതി, പ്യൂരിറ്റി, പീസ്, അക്സെപ്റ്റൻസ്, ഫോർഗീവ്നെസ്, ലെറ്റിംഗ് ഗോ, സഹകരണ മനോഭാവം, സെൽഫ് റെസ്പെക്റ്റ് എന്നിവയടങ്ങിയ ഒരു വിഷയമാണ് ആത്മീയത. ഇവയൊക്കെ ഓരോ വിഷയങ്ങൾ തന്നെയല്ലേ. ആരാണോ ദിവസവും അരമണിക്കൂർ വെച്ച് ഈ വിഷയങ്ങളെ മനസ്സിലാക്കുന്നത് അവർ അതുപോലെ തന്നെ ആയിത്തീരുക തന്നെ ചെയ്യും. നമ്മൾ ഏതു വിഷയങ്ങളെ ചൂസ് ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കണം. ഏറ്റവും കുറഞ്ഞത് രാവിലെ 15 മിനിറ്റ്, പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 10 മിനിറ്റ് അവനവന് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗാഢമായ ഉറക്കവും കിട്ടും. ഉറക്കമില്ലായ്മ ഇന്ന് ലോകത്ത് ഒരു പകർച്ചവ്യാധിയായി മാറിക്കഴിഞ്ഞു. ലാക്ക് ഓഫ് സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുന്നുണ്ട്,
പക്ഷേ നമ്മുടെ മനസ്സ് ഉറങ്ങുന്നില്ല. ശരീരം മാത്രമേ ഉറങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കാൻ തോന്നാത്തത്. നിങ്ങളിൽ ആർക്കൊക്കെയാണ് രാവിലെ എഴുന്നേറ്റാലും വീണ്ടും 5 മിനിറ്റ് കൂടി ഉറങ്ങണമെന്ന് തോന്നാറുള്ളത്? നമുക്കെല്ലാവർക്കും ഇതൊക്കെ തോന്നാറുണ്ട്. കാരണം നമ്മൾ ഡീപ്പ് സ്ലീപ്പ് അഥവാ ഗാഢനിദ്ര അനുഭവം ചെയ്യാറില്ല. ഗാഢമായ ഉറക്കം കിട്ടാതെ വരുമ്പോൾ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഇഷ്യൂസൊക്കെ വർദ്ധിക്കുന്നു. അതിനാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വയം പരീക്ഷിച്ചു നോക്കി അനുഭവം ചെയ്ത് അവയെ നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റുക. എന്നിട്ട് നിങ്ങൾ അതിനെ ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് എ മാജിക്കൽ ചേഞ്ച്. ഇതിൽ ഏറ്റവും ആദ്യം ഗുണം കിട്ടുന്നത് ആർക്കാണ്? ഏറ്റവും ആദ്യത്തെ ഗുണം ലഭിക്കുന്നത് ആർക്കാണ്? നമുക്കാണ്. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരു ചോയ്സ് ആയിരുന്നു. പണ്ട് മറ്റുള്ളവർ എന്നോട് മെഡിറ്റേഷൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. 4 വർഷത്തോളം ഇങ്ങനെയായിരുന്നു. കാരണം അന്ന് എനിക്ക് സ്ട്രെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിയില്ല. ഇന്ന് മെഡിറ്റേഷൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒന്നല്ല. മെഡിറ്റേഷൻ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്യുന്ന ഒന്നല്ല. മെഡിറ്റേഷൻ ഷുഡ് ബി മാൻഡറ്ററി. ദാറ്റ്സ് ദി ഓൺലി വേ. 15 മിനിറ്റ് അനങ്ങാതെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യണം. ഒരേ പൊസിഷനിൽ 15 മിനിറ്റ് അനങ്ങാതെ ഇരിക്കണം. മെഡിറ്റേഷൻ ചെയ്യാനായോ എന്ന് നോക്കണ്ട. 15 മിനിറ്റ് ഒന്നും ചെയ്യാതെ ഇരിക്കുക. ഇത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അപ്പോൾ മനസ്സിലാകും. 1 മിനിറ്റ് ഇത് ചെയ്യാം, അത് ചെയ്യാം, 1 മിനിറ്റ് ഒന്ന് ഫോൺ നോക്കാം എന്നൊക്കെ പിന്നെയും നമുക്ക് തോന്നും. നമ്മൾ ധാരാളം ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ദിവസവും സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കണം. 5 മിനിറ്റ്, ഉച്ചയ്ക്ക് 5 മിനിറ്റ്, പോകുന്നതിന് മുൻപ് 5 മിനിറ്റ്, 2 മിനിറ്റ്, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ അവർ വീട്ടിൽ പോയാലും ഇത് ചെയ്യാൻ ആരംഭിക്കും. പഠിക്കാനിരിക്കുന്നതിന് മുൻപ്, പരീക്ഷയ്ക്ക് മുമ്പ് ഒക്കെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ബാറ്ററി ചാർജ്ഡ് ആവും. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇമോഷണൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാനാവും. എന്തെന്നാൽ ഇമോഷണൽ ഹെൽത്ത് കുറയ്ക്കാനുള്ള ധാരാളം കാരണങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ക്ലാസ്സും 1 മിനിറ്റ് സൈലൻസിൽ ഇരുന്നു കൊണ്ട് ആരംഭിക്കണം. പക്ഷേ സാധാരണയായി ബഹളങ്ങൾ കൊണ്ടാണ് ക്ലാസ് തുടങ്ങാറുള്ളത്. ബഹളങ്ങളെ ശാന്തമാക്കാനായി ആദ്യം സ്വന്തം മനസ്സിനെ ശാന്തമാക്കണം. നിങ്ങളുടെ പീസ്ഫുൾ വൈബ്രേഷനിലൂടെ അവരുടെ ബഹളങ്ങൾ അവസാനിക്കണം. അല്ലാതെ താങ്കളുടെ ഒച്ച കൊണ്ടല്ല ബഹളങ്ങൾ ഇല്ലാതാക്കേണ്ടത്. അതൊരിക്കലും വർക്കാവില്ല. ഇളകിമറിഞ്ഞ ഒരു മനസ്സ് അതുപോലെയുള്ള അനേകം മനസ്സുകളെ പഠിപ്പിക്കുന്നത് പോലെയാണ് ഇത്. ശാന്തവും നിശബ്ദവുമായ ഒരു മനസ്സ് തൻ്റെ വൈബ്രേഷൻ കൊണ്ട് മറ്റു മനസ്സുകൾക്ക് ശക്തി പകരണം. അതാണ് വേണ്ടത്. നമ്മുടെ മനസ്സ് കുറച്ചു മാത്രം ചിന്തിക്കുകയും ശരിയായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവുകയും നമുക്ക് മറ്റുള്ളവരെ ശക്തിശാലികളാക്കി മാറ്റാനുള്ള പവർ കിട്ടുകയും ചെയ്യുന്നു. ഇതിനായി കുറഞ്ഞത് 10-15 മിനിറ്റ് മാറ്റിവെക്കണം. അഥവാ പോസിറ്റീവ്, പ്യുവർ, ഹെൽത്തി കണ്ടൻസ്. പിന്നെ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെ അവനവനു വേണ്ടി അരമണിക്കൂർ കണ്ടെത്തണം. സ്വയത്തെ എനർജൈസ് ചെയ്യാനായി അരമണിക്കൂർ മാറ്റിവെക്കുക. പിന്നെ നിങ്ങൾ മിറാക്കിൾസ് സൃഷ്ടിക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള കൾച്ചറിൽ വളർന്നു വരുന്ന കുട്ടികൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവനവൻ്റെ ഉന്നതിക്കായി പരിശ്രമിക്കുന്നവർ എന്തായാലും അവരുടെ കപ്പാസിറ്റിയേക്കാൾ അധികം നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഓരോരുത്തരുടെയും കപ്പാസിറ്റിയും ബുദ്ധിബലവും വ്യത്യസ്തമാണ്. ഓരോ കുട്ടിയുടെയും IQ വെവ്വേറെയാണ്. ബുദ്ധിയെ നമുക്ക് ഒരു പരിധിവരെ മാത്രമേ വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ നമുക്ക് എല്ലാവരുടെയും വൈകാരിക ക്ഷമതയെ മുഴുവനായും വർദ്ധിപ്പിക്കാൻ കഴിയും. കാരണം വൈകാരിക ക്ഷമത ഒരു സ്കില്ലല്ല, അതൊരു ശക്തിയാണ്. ഇറ്റ്സ് എ സ്ട്രെങ്ത്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാവും. ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിക്കും ഹയസ്റ്റ് EQ വരെ എത്തിച്ചേരാനാവും. ഡെവലപ്പ് ദാറ്റ്. നിങ്ങളത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് IQ കൂടുതലാക്കി മാറ്റാനാകും. ഇപ്പോൾ 80 കിട്ടുന്നത് 85 മാർക്കായി മാറും. അവർ സ്ട്രെസ്ഡ് ആണെങ്കിൽ 80 മാർക്ക് കിട്ടിയിരുന്നത് 75ആയി കുറയും. വൈകാരിക ക്ഷമതയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിലൂടെ IQവിന് ശ്രദ്ധ കിട്ടുന്നു. അവർ നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അവരുടെ മനസ്സ് വളരെ പവർഫുൾ ആയിരിക്കും. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും സ്റ്റേബിൾ ആയിരിക്കും. മാത്രമല്ല ശാന്തമായ ഒരു ജീവിതം ജീവിക്കുന്നതിലൂടെ മാത്രം അവർ ഈ ലോകത്തിന് വളരെയധികം സംഭാവനകൾ നൽകും. കാരണം ഞാൻ പീസ്ഫുൾ ആണെങ്കിൽ ഞാൻ ശാന്തിയുടെ വൈബ്രേഷൻസ് ഈ ലോകത്തേക്ക് വൈബ്രേറ്റ് ചെയ്യും. സംസ്കാരങ്ങളിലൂടെയാണ് ഈ ലോകം ഉണ്ടാകുന്നത്. ലോകത്തെ ശരിയാക്കാനായി ഇന്ന് എല്ലാവരും പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പ്രയത്നങ്ങൾക്ക് ഒരു ഫലവും കിട്ടുന്നില്ല. കാരണം ലോകത്തെ ശരിയാക്കിയാൽ സ്വഭാവ സംസ്കാരങ്ങൾ മാറും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ലോകം ശരിയായാൽ ഞാൻ ഹാപ്പിയാകും. അല്ല, ഇറ്റ്സ് ദി അതർ വേ റൗണ്ട്. സംസ്കാരങ്ങളിൽ നിന്നും ലോകമുണ്ടാകുന്നു. അതാണ് നിയമം. അല്ലാതെ ലോകം നമ്മുടെ സംസ്കാരങ്ങളെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. സംസ്കാരങ്ങളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ലോകം താനെ സുന്ദരമായി മാറും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സുന്ദരമാകും. ലെറ്റ്സ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദി കോർ. സങ്കല്പത്തിലൂടെയാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. സങ്കല്പങ്ങളിൽ വർക്ക് ചെയ്താൽ ഈ സൃഷ്ടി, ലോകം താനെ ശരിയാവും. ഇതാണ് ബീജം. ദിസ് ഇസ് ദി സീഡ് ഓഫ് ലൈഫ്. ഇവിടെ നിന്നാണ് വൃക്ഷം വളരുന്നത്. നമ്മൾ ഒരു വിദ്യാർത്ഥിയുടെ ജീവിത വൃക്ഷത്തെയാണ് പരിപാലിക്കുന്നത്. വിത്ത്, ബീജത്തെയാണ് യഥാർത്ഥത്തിൽ പരിപാലിക്കേണ്ടത്. അവരെ അതാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോഴേ അതിൽ സുന്ദരമായ പുഷ്പങ്ങളും പാകപ്പെട്ട ഫലങ്ങളും ഉണ്ടാവുകയുള്ളൂ. കാരണം അവർ ശാന്തവും സ്റ്റേബിളും ശക്തിശാലികളുമായിരിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ഹൈ EQ ക്രിയേറ്റ് ചെയ്യാനാവുകയുള്ളൂ. മാത്രമല്ല ഇതിലൂടെ നമുക്ക് രാജ്യത്തെ മാനസിക പ്രശ്നങ്ങളെയും പാടെ ഇല്ലാതാക്കാനാവും. നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ ബന്ധങ്ങളും കുടുംബങ്ങളും ലഭിക്കും. അങ്ങനെ നമുക്ക് വിശ്വഗുരുവായി മാറാൻ കഴിയും. കാരണം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിൾസ് കണ്ട് ലോകം മുഴുവനും അത് പിന്തുടരാൻ തുടങ്ങും.